ഇന്ന് നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് യാത്രയാണ് ചെയ്യുന്നത്. ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നും ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിലോട്ട് വിമാനത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഗേറ്റിലോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്നതാണ്. എമിറേറ്റ്സിനാണ് നമ്മൾ പോകുന്നത് ദുബായ് വരെ. ദുബായിൽ നിന്ന് പിന്നെ കേരളത്തിലോട്ട്, അതിനുശേഷം കേരളത്തിൽ നിന്ന് കോലാലംപൂർ വഴിയാണ് നമ്മൾ ഓസ്ട്രേലിയയിലെ മെൽബോണിലോട്ട് പോവുക. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം എത്തേണ്ടിയിരുന്ന വിമാനത്താവളമായിരുന്നു ഇത്. ഇതാണ് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ട്. ഇവിടെ നിന്ന് മെൽബൺ എയർപോർട്ടിലോട്ടുള്ള യാത്രാ സമയം 20 മുതൽ 24 മണിക്കൂർ വരെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 2-3 ദിവസക്കാലം കേരളത്തിൽ താമസിച്ച ശേഷം മെൽബണിലോട്ട് യാത്ര ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയ ഒരു വലിയ ഫ്ലൈറ്റാണ് ഇപ്പോൾ ദുബായിലോട്ടുള്ളത്. ദുബായി ചെന്നിട്ട് കേരളത്തിലോട്ടുള്ള ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് കൊണ്ട് 10 കണക്റ്റിംഗ് ഫ്ലൈറ്റുകളിലായാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി തിരികെ എത്തുക. നമ്മളിപ്പോൾ ദുബായ് എയർപോർട്ടിൽ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഫ്ലൈറ്റ് പോയി. അതുകൊണ്ട് ഇനി 7 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം ദുബായിൽ. 1.5 മണിക്കൂറായിരുന്നു ഡിഫറൻസ് ട്രാൻസിറ്റ് ടൈം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് ഡിലേ ആയി. അപ്പോൾ ഇത് പല പ്രാവശ്യം നമുക്ക് ഇതുപോലെ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ അത് 2 മണിക്കൂറിൽ മേലെയെങ്കിലും ട്രാൻസിറ്റ് ടൈം ഉണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇതുപോലെ മണിക്കൂറുകൾ എയർപോർട്ടിൽ കാത്തിരിക്കേണ്ടി വരും. ഇനി അല്ലെങ്കിൽ നാളെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിവിടെ 7 മണിക്കൂർ ദുബായ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം. 1 hour 15 minutes ഡിലേ ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. അവിടുത്തെ ലഗേജ് കയറ്റാനുള്ള പ്രോബ്ലംസ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയി. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇപ്പോൾ രാത്രി ഇത്രയായിരിക്കുന്നു. ഇനി രാവിലെ 3 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. എമിറേറ്റ്സ് അല്ല, ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെയായിരിക്കും, ഈ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്കൊരു ഫുഡ് കൂപ്പൺ കിട്ടി. ഇവിടെ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നമ്മളിവിടെ ഫുഡ് വാങ്ങിയതാണ്. നമ്മൾ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ റൈസും ചിക്കനുമാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയത്. കൂടുതൽ സമയം കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഡിലേ ആവുകയാണെങ്കിൽ ഫ്ലൈറ്റ് കമ്പനി തന്നെ നമുക്ക് ഹോട്ടൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരും. ബിരിയാണിന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇവരിത് വൈറ്റ് റൈസ് ചട്നിക്കകത്തിട്ട് കുഴച്ചതെന്നാണ്. ഒരു ബിരിയാണിയുടെ യാതൊരു ടേസ്റ്റ് ഇല്ല. നല്ല എരിവുമാണ്. നമ്മൾ ബിരിയാണി കാണുന്ന കരുതിയാണ് വാങ്ങിയത്. സാധാരണ ദുബായിലൊക്കെ പുറത്തിറങ്ങുവാണെങ്കിൽ നല്ല ഫുഡ് കിട്ടും. പക്ഷേ എയർപോർട്ടിലെ ഫുഡ് ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് വേണം പറയാം ഇന്ത്യൻ ഫുഡിൻ്റെ കാര്യത്തിൽ. ദുബായിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കരാമ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും കേരള റെസ്റ്റോറൻറ്റുകളും ധാരാളം ഉണ്ടെങ്കിൽ എയർപോർട്ടിനുള്ളിലുള്ള ഫുഡ് അത്ര ക്വാളിറ്റി ഉള്ളതല്ല. 7 മണിക്കൂറിലധികം കാത്തിരുന്ന ശേഷം രാവിലെ 3:30 ആയപ്പോഴാണ് കേരളത്തിലോട്ടുള്ള എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് യാത്ര തുടങ്ങിയത്. വിമാനം പറന്നുയർന്നപ്പോൾ ആകാശത്ത് നിന്നുള്ള ദുബായിയുടെ കാഴ്ച വളരെ മനോഹരമാണ്. എല്ലായിടത്തും നിറയെ ലൈറ്റുകൾ. ദുബായിലെ പ്രധാന ലാൻഡ്മാർക്കുകളെല്ലാം നമുക്ക് താഴെ കാണാം. എല്ലാ മാസവും ഒരു പുതിയ രാജ്യം വിസിറ്റ് ചെയ്യുന്ന രീതിയാണ് കുറെ കാലമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കൂടുതൽ രാജ്യങ്ങൾ കാണുന്നതിന് മുഖ്യ പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഓസ്ട്രേലിയയിലോട്ടുള്ള യാത്രയാണ് ഈ അടുത്ത കാലത്തെ ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് യാത്ര. അമേരിക്കയും കാനഡയും ഒക്കെ UK സമീപമായതുകൊണ്ട് തന്നെ 7-7.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ടൊറോണ്ടോയിലോ ന്യൂയോർക്കിലോ ചെന്നിറങ്ങാം. ഇപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയ്ക്ക് മുകളിലെത്തി. ഇത്രയും ഉയരമുള്ള ബിൽഡിംഗ് വളരെ ചെറിയൊരു കെട്ടിടമായാണ് വിമാനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. യാത്ര തുടങ്ങി അധികം താമസിയാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ഏറ്റവും നല്ല ഫുഡ് സെർവ് ചെയ്യുന്ന വിമാന കമ്പനികളിലൊന്നാണ് എമിറേറ്റ്സ്. ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തേക്ക് എത്തുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ആകാശത്ത് നിന്ന് നമുക്ക് കിട്ടുക. ഇപ്പോൾ മഴയുള്ള ഒരു ക്ലൈമറ്റാണ്, ചെറിയ മഞ്ഞുണ്ട്, എങ്കിലും നല്ലൊരു വ്യൂ ആണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത്. കുറെ കാലമായി വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സമയമാണ് വിമാനം കേരളത്തിൽ ടച്ച് ചെയ്യുന്ന ആ സമയം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള, ഒട്ടും കുലുക്കമില്ലാത്ത ലാൻഡിംഗ് ആയിരുന്നു. പല സമയങ്ങളിലും നമ്മൾ വിമാനയാത്ര ചെയ്യുമ്പോൾ ലാൻഡിംഗ് പലപ്പോഴും ഹാർഡാകാറുണ്ട്. വിമാനം നന്നായി കുലുങ്ങാറുണ്ട്. എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലാൻഡിംഗ് ആണ് ഇപ്പോഴുണ്ടായത്. 2-3 ദിവസം കേരളത്തിൽ താമസിച്ചതിന് ശേഷമാണ് ഇനി നമ്മൾ മെൽബണിലോട്ടുള്ള യാത്ര തുടരുന്നത്. ഇപ്പോൾ നമ്മൾ എയർ ഏഷ്യയിലാണ് പോകുന്നത്. അധികം യാത്രക്കാരൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം പകുതിയോളം യാത്രക്കാർ മാത്രമേ ഉള്ളൂ ഈ വിമാനത്തിൽ. ഇപ്പോൾ രാത്രി 12:30 ആയിരിക്കുന്നു. ഇപ്പോൾ 1 മണിക്കൂറോളം ഡിലേ ആണ് ഇപ്പോൾ ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്നും കോലാലംപൂരിലോട്ടുള്ള യാത്ര ഏകദേശം 4.5 മണിക്കൂർ മാത്രമാണ്. കേരളത്തിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം കൂടിയാണ് മലേഷ്യ. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇതൊരു ചെറിയ എയർപോർട്ടാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ കോലാലംപൂർ എയർപോർട്ടിൽ നമ്മൾ വന്നപ്പോഴേക്കും രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഇനി നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയയിലെ മെൽബോണിലോട്ട് പോകുന്നത്. കോലാലംപൂർ എയർപോർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇത് കാണുന്ന പോലെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള കാർപ്പറ്റാണ് എല്ലായിടത്തും ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ഫർ ഫ്ലൈറ്റിലാണ് ഓസ്ട്രേലിയയിലോട്ട് പോകേണ്ടത്. ഇപ്പോൾ ചെറിയൊരു എയർപോർട്ടാണ്, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല ക്ലീൻ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ടുള്ള എയർപോർട്ടാണിത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയയിലെ മെൽബോണിലോട്ട് പോകണം. ഏകദേശം 7-7.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് എത്താനായിട്ട് വരിക. അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു എയർപോർട്ട് കൂടിയാണ് കോലാലംപൂരിലെ ഈ എയർപോർട്ട്. ഇത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോലാലംപൂർ. മലേഷ്യയുടെ തലസ്ഥാനമാണ്. ഇപ്പോൾ അവിടുത്തെ പ്രധാന എയർപോർട്ട് കൂടിയാണിത്. ഒരു വലിയ ഷോപ്പിംഗ് സെന്റർ പോലെയാണ് കോലാലംപൂരിലെ എയർപോർട്ട്. അത് രാവിലെ ആണെങ്കിലും കടകളെല്ലാം തുറന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു കോസ്റ്റ കോഫിയിൽ വന്നാണ്. ഇവിടെ എയർപോർട്ടിനുള്ളിലുള്ള കോസ്റ്റ കോഫിയാണ്. അപ്പോൾ നമ്മളൊരു ലാർജ് കോസ്റ്റ കോഫി ഇവിടെ വാങ്ങിയപ്പോൾ 21.90 ആയത് ഇവിടുത്തെ കറൻസി വെച്ച്. അത് പൗണ്ടിലാണെങ്കിൽ 3.87 3 പൗണ്ട് 87 പെൻസ് ആണ് ആയത് നമ്മളിപ്പോൾ ഒരു ലാർജ് കോസ്റ്റ വാങ്ങിയത്. ഇപ്പോൾ ലണ്ടനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും വില കുറവാണ് ഇവിടെ. കമ്പാരിറ്റീവ്ലി ചീപ്പാണ് ഈ എയർപോർട്ടിനുള്ളിലാണെങ്കിൽ.
ഓസ്ട്രേലിയയിലോട്ടുള്ളത് ലോങ് ഫ്ലൈറ്റ് ആണ്. നമ്മളിപ്പോൾ 2 ഫ്ലൈറ്റ് മാറിയാണ് പോകുന്നത്. മലേഷ്യയുടെ എയർലൈൻ ആണ് എയർ ഏഷ്യ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നപ്പോൾ ഈ ഒരു ട്രാൻസിറ്റ് ടൈമാണ് കൂടുതൽ. ഇപ്പോൾ 4 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഈ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് പോകാനായിട്ട് വരിക. കൊലാലംപൂർ മലേഷ്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പിന്നീട് ഒരിക്കലും ഞാൻ വരാമെന്ന് കരുതി. അനേക വർഷക്കാലം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലുള്ള രാജ്യമായിരുന്നു മലേഷ്യ. 1957 മാത്രമാണ് മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനു മുൻപ് മലേഷ്യയുടെ പേര് മലയ എന്നായിരുന്നു. 1963 മലേഷ്യ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇംഗ്ലീഷ് ടച്ച് നമുക്കിവിടെ എല്ലായിടത്തും കാണാം. ഇപ്പോൾ നമ്മൾ കോലാലംപൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് പോകുന്ന ഈ ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് ആണ്. ധാരാളം യാത്രക്കാരുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഫുഡൊന്നും ഫ്രീ അല്ല. കാരണം 7.5 മണിക്കൂറോളം യാത്രയുണ്ടെങ്കിലും ഫ്രീ ഫുഡില്ല. 24 മണിക്കൂർ മുമ്പ് ഫുഡ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടില്ല. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കൊണ്ട് വരണം. അത് എയർ ഏഷ്യയുടെ ഒരു പോളിസിയാണ്. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് എയർവേസിലും എമിറേറ്റ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് ഓസ്ട്രേലിയയിലോട്ട് ഈ എയർ ഏഷ്യയിൽ വരുമ്പോൾ ഇപ്പോൾ ലോങ് ഫ്ലൈറ്റ് ആണെങ്കിലും ഫുഡില്ല. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഓർഡർ ചെയ്താലും ഫുഡ് ഇവിടെ ഇല്ല. 24 മണിക്കൂർ മുൻപേ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എയർപോർട്ടാണെങ്കിലും അത്ര വലിയ എയർപോർട്ടല്ല. കൊച്ചിയുടെ അത്രയും പോലും ഇല്ലാത്തൊരു എയർപോർട്ടാണിത്. വിമാനത്തിലാണെങ്കിലും സൗകര്യങ്ങൾ തീരെ കുറവ്. സ്ക്രീനുകളൊന്നുമില്ലാത്ത സാധാരണ വിമാനമാണിത്. കുറെ നേരം കാത്തിരുന്നതിന് ശേഷം ഇപ്പോൾ വിമാനം പറന്നുയരുകയാണ്. കൂടുതൽ റൺവേകളോ വിമാനങ്ങളോ ഇവിടെ കാണാനായില്ല. കേരളത്തിലെ ഭൂപ്രദേശം പോലെ തന്നെ സമാനമായ രീതിയിലുള്ള കാഴ്ചയാണ് വിമാനത്തിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക. കേരളത്തിൽ റബ്ബർ തോട്ടങ്ങളൊക്കെ പോലെ ധാരാളം മരങ്ങൾ നമുക്കിവിടെ കാണാം. വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിന് വേണ്ടി വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ചില വിമാന കമ്പനികൾ വിൻഡോ സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് അഡീഷണലായി ചെറിയൊരു ക്യാഷ് ചാർജ് ചെയ്യാറുണ്ട്. മലേഷ്യയിലെ കോലാലംപൂരും പരിസര പ്രദേശങ്ങളും ഒക്കെ വിമാനത്തിൽ നിന്ന് വളരെ നന്നായി കാണാൻ കഴിഞ്ഞു. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, അധികം ജനവാസമില്ലാത്ത പ്രദേശങ്ങളാണ് വിമാനത്താവളത്തിന് ചുറ്റുമുള്ളത്. കേരളത്തിലേതുപോലെ തന്നെയുള്ള കാലാവസ്ഥയുള്ള പ്രദേശമാണ് മലേഷ്യ. ഇപ്പോൾ ആകാശത്ത് കാർമേഘം നിറഞ്ഞിരിക്കുന്നു. ചെറിയൊരു മഴയുള്ള സമയമാണ് ഇപ്പോൾ മലേഷ്യയിലും. ഏറ്റവും അധികം വികസനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നുകൂടിയാണ് മലേഷ്യ. ദുബായ് മാതൃകയിലുള്ള പാം ഐലൻഡ് പോലെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. റെസിഡൻഷ്യൽ ഏരിയയാണത്. വിമാനം ഉയരുമ്പോഴും താഴുന്ന സമയത്തും മാത്രമാണ് ഇത്രയും ക്ലിയറായി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനാവുക. വിമാനം യാത്ര തുടങ്ങി അധികം താമസിയാതെ തന്നെ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങി. മറ്റു വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എയർ ഏഷ്യയിൽ നേരത്തെ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്യണമായിരുന്നു. നമ്മളത് ചെയ്തില്ല. എങ്കിലും റിക്വസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ക്യാഷ് നൽകേണ്ടി വന്നെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർ സെർവ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വെതർ അത്ര നല്ലതായിരുന്നില്ല. ചെറിയ ടർബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നല്ല യാത്ര തന്നെയായിരുന്നു. മെൽബണിലെത്തിയപ്പോഴേക്കും രാത്രിയായി. UK-യും മെൽബണും തമ്മിൽ 12 മണിക്കൂറാണ് സമയവ്യത്യാസം. UK-യിലെ പകൽ സമയം, ഓസ്ട്രേലിയയിൽ രാത്രിയാണ്. രാത്രി സമയമായതുകൊണ്ടായിരിക്കാം ഇവിടെയും അധികം തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ മെൽബോണിൽ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇമിഗ്രേഷൻ ചെക്കുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കടന്നു പോകാൻ മാത്രം മതി. സാധാരണ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ ചെല്ലുവാണെങ്കിൽ കുറേ സമയം നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങി. ഇപ്പോൾ സമയം രാത്രിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ഹോട്ടലിലോട്ട് പോകാം. സാധാരണ എയർപോർട്ടുകളിൽ എത്തുമ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ പാസ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളെ പുറത്തേക്ക് വിടുക. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വരികയാണ്. ആരും നമ്മളോടൊന്നും ചോദിക്കുന്നില്ല. ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതിനാലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനായത്. മെൽബൺ എയർപോർട്ട് സിറ്റിയിൽ നിന്നും അധികം ദൂരത്തിലല്ല. ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കും നമുക്ക് ഹോട്ടലിലെത്താനായി. പ്രധാന സിറ്റി സെന്ററിലുള്ള ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അധികം എക്സ്പെൻസീവ് അല്ല ലണ്ടനുമായി താരതമ്യം ചെയ്യുമ്പോൾ. രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ എത്തിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓപ്ഷനിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഇപ്പോൾ പുറത്തിറങ്ങി ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. സെർച്ച് ചെയ്തപ്പോൾ ഹോട്ടലിനടുത്തായി ശരവണ ഭവൻ റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മളൊരു മസാല ദോശയാണ് രാത്രി വാങ്ങിയത്. ഇപ്പോൾ 10 എഴുതിയിരുന്നു. ഇനി നമുക്ക് കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് പോകാം. 11 മണിക്കാണ് ഈ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നത്. അതിനു മുൻപായി നമുക്കിവിടെ എത്താനായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മസാല ദോശയാണ് നമുക്കിവിടെ നിന്ന് ലഭിച്ചത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയൊന്നും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ അധികം കാണാൻ കഴിയില്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ നമുക്കിവിടെ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ കഴിഞ്ഞു. ധാരാളം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു പ്രധാന സിറ്റി കൂടിയാണ് മെൽബൺ. ഇപ്പോൾ മലയാളികളുടെ സാന്നിധ്യവും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻ്റ് ആണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് വന്നാണ്. ഇപ്പോൾ വിശാലമായ റെസ്റ്റോറൻ്റ് ആണ്. തിരക്കൊന്നുമില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെൽബൺ സിറ്റി തൊട്ട് മുന്നിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസിന്റെ ഡോറിനടുത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏത് രാജ്യം വിസിറ്റ് ചെയ്യാൻ പോയാലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടലുകളാണ് ബുക്ക് ചെയ്യാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണത്. വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ പറയുന്ന ഐറ്റം ഷെഫ് കുക്ക് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുക. പ്രോൺസ്, ക്രാബ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം ചേർന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് പല രാജ്യങ്ങളിലോട്ടും യാത്ര ചെയ്യുന്നത് എന്ന്. നമ്മൾ നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടലിൽ നമ്മൾ തന്നെ ബുക്ക് ചെയ്താണ് യാത്ര ചെയ്യുക. ട്രാവൽ ഏജൻസി വഴിയൊന്നും നമുക്ക് ബുക്ക് ചെയ്യേണ്ടതില്ല. നമുക്ക് പോകേണ്ട രാജ്യം ഏതാണോ അങ്ങോട്ടുള്ള ടിക്കറ്റും അവിടെയുള്ള ഹോട്ടലും ബുക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ തന്നെ ബുക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇത് ചെറുതായിട്ട് ഇതുവരെ ഈ ബാഗിന്റെ ലെതറൊക്കെ കട്ട്
ചെയ്ത് ഭിത്തിയിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സിമ്പിൾ ഡെക്കറേഷനാണ് നമുക്ക് ഈ ഹോട്ടലിൽ എല്ലായിടത്തും ഉള്ളത്. എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് എല്ലായിടത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ക്യൂൻസ്ലി ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ടൗൺ സെന്ററിനുള്ളിൽ തന്നെയാണ് മെൽബണിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശമാണ്. ഓസ്ട്രേലിയയുടെ സ്പോർട്ടിംഗ് ക്യാപിറ്റലാണ് വിക്ടോറിയയിലെ മെൽബൺ. മെൽബൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അവിടുത്തെ പാർലമെന്റ് ഹൗസ് ആണ് ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത്. ധാരാളം പേര് ഇവിടെ ഫോട്ടോഷൂട്ടിനായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്ന പോലെ തന്നെ ധാരാളം പേര് വിവാഹ ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് വേണ്ടി വരുന്ന സ്ഥലം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് കൂടിയായ പാർലമെന്റ് ഹൗസ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ പ്രധാന ഹോട്ടലുകളും സിറ്റി എല്ലാം ഇതിനോട് ചേർന്ന് തന്നെയാണ്. ട്രാമുകളൊക്കെ ഇവിടെ സൗജന്യമാണ്. നമുക്ക് ട്രാമിൽ എത്ര സമയം വേണമെങ്കിലും ഇവിടെ യാത്ര ചെയ്യാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി യാതൊരു ചാർജുമില്ലാതെ സിറ്റിക്കുള്ളിൽ യാത്ര ചെയ്യുന്നതിന് പ്രത്യേക ചാർജൊന്നുമില്ല. ഇനി സിറ്റിക്ക് പുറത്തേക്കുള്ളതാണെങ്കിൽ ആ സിറ്റിയുടെ ലിമിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അതിന് മാത്രം ചാർജ് നൽകിയാൽ മതി. ടൂറിസ്റ്റുകളെ വളരെയധികം വെൽക്കം ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് ആ ഒരു ഫീൽ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് പ്രധാനമായും വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിഡ്നിയാണ്. മെൽബണിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇത് മെൽബണിലെ സെന്റ് ആൻഡ്രൂസ് കത്തീഡ്രലാണ് കാണുന്നത്. വളരെ പുരാതനമായ ഒരു ചർച്ച് കൂടിയാണത്. സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ വലിയ ചർച്ച് ഉള്ളത്. UK-യിൽ ചൂടുള്ള സമ്മർ സമയത്ത് വിസിറ്റ് ചെയ്യുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇവിടെ ഇപ്പോൾ ഇതേപോലെ മനോഹരമായ കാഴ്ചകളാണ് എല്ലായിടത്തും ഉള്ളത്. ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് ഓട്ടം സീസൺ. അധികം ചൂടും തണുപ്പും ഇല്ലാത്ത നല്ലൊരു സമയം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് എല്ലായിടത്തും ഉള്ളത്. UK-യിൽ ഓട്ടം സീസൺ എത്താൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണമെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഓട്ടം സീസണാണ്. വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തിലെത്തിയ ഒരു അനുഭവമാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ വരുമ്പോഴുണ്ടാവുക. സമ്മർ സമയത്ത് നിന്നും പെട്ടെന്ന് ഓട്ടം സീസണിലോട്ട് എത്തിയ ആ ഒരു അനുഭവമാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴെത്തിയാൽ നമുക്ക് കിട്ടുക. മെൽബൺ സിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആണ്. സിറ്റിയോട് ചേർന്ന് തന്നെ മനോഹരമായ പാർക്കുകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഇതുപോലെ ഒരുക്കിയിരിക്കുന്നു. ചെറിയ ഫൗണ്ടനുകളും എല്ലാം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഇതുപോലെ വ്യത്യസ്തമായ പുല്ലുകളെല്ലാം ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാം. നിരവധി പ്ലാന്റുകളും അതിന്റെ വൈവിധ്യങ്ങളും ഉള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ എല്ലായിടത്തും കാണാം. പ്രധാന സിറ്റിയുടെ ഉള്ളിൽ തന്നെ ശാന്തമായ ഒരു പാർക്കാണ് ഇവിടെയുള്ളത്. അധികം ജനത്തിരക്കൊന്നുമില്ല. ജനസംഖ്യ കുറവുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ UK-യിലെ ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആ തിരക്കൊന്നും നമുക്ക് ഈ പ്രധാന സിറ്റിയായിട്ടും ഇവിടെ കാണാനാകില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ബോട്ടിലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഇതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. പാർക്കുകളിലാണെങ്കിലും റോഡിന്റെ സൈഡിലാണെങ്കിലും എല്ലാം. ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വെള്ളമാണ് ഓസ്ട്രേലിയയിലുള്ളത്, പ്രത്യേകിച്ചും വിക്ടോറിയ സ്റ്റേറ്റിലുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നല്ല പ്യൂറായിട്ടുള്ള വെള്ളം എല്ലായിടത്തും നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ട്രാമുകളും ബസ്സുകളും എല്ലാം ധാരാളമുള്ള ഒരു പ്രധാന സിറ്റി കൂടിയാണ് മെൽബൺ. നമുക്ക് എവിടെ വേണമെങ്കിലും പെട്ടെന്ന് എത്താൻ കഴിയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ധാരാളമുണ്ട്. പ്രധാന സിറ്റി എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ട്രാമുകളാണ് പ്രധാനമായി ഉപയോഗിച്ചത്. ഇത് മെൽബണിലെ മരീന. ധാരാളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം നിറഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. ഇവിടെ ധാരാളം ബോട്ട് സർവീസുകളെല്ലാം ഉണ്ട്. അതുകൂടാതെ നിരവധി റെസ്റ്റോറൻറ്റുകളും അപ്പാർട്ട്മെന്റുകളും എല്ലാം ചേർന്ന ഒരു പ്രധാന ഏരിയ കൂടിയാണിത്. റെസിഡൻഷ്യൽ ഏരിയയാണ്. അതുപോലെ തന്നെ ധാരാളം കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടേക്ക് കാണാൻ പറ്റുക. ഇത് വലിയ ഫ്ലാറ്റുകളും എല്ലാം ഉണ്ട്. അതിനെല്ലാം വ്യത്യസ്ത കളറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോപ്പിംഗ് സെന്ററുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ധാരാളം ചെടികളൊക്കെ ഉള്ള വഴികളിലൂടെയൊക്കെ നടക്കാൻ പറ്റുന്ന രണ്ടുവശത്തുമായി ഷോപ്പിംഗ് സെന്ററുകളും എല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ധാരാളം സബ്സ്ക്രൈബേഴ്സിനെയും മെൽബണിൽ വന്നപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇപ്പോൾ ധാരാളം മലയാളികളുള്ളൊരു സ്ഥലമാണ്. ഓസ്ട്രേലിയയിലോട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും സിഡ്നി മെൽബോൺ ഏരിയയിൽ ഒക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ നല്ല മീഡിയം ടെമ്പറേച്ചറാണ്. 14-15 ഡിഗ്രി ആ ഒരു ലെവൽ ഓഫ് ടെമ്പറേച്ചറാണ് ഇപ്പോൾ പകൽ സമയത്തുള്ളത്. എന്നാൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ തണുപ്പുള്ള സമയമാണ്. എന്നാൽ പകൽ സമയത്ത് നമുക്ക് ഇതേപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. ഏറ്റവും അധികം പേർ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് നിലനിൽക്കുന്നത് ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, IT, കൺസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിലും. ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വേഗത്തിൽ ഓസ്ട്രേലിയയിൽ വരാൻ കഴിയുന്ന പുതിയ നിയമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നതും. UK, അയർലൻഡ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ലാതെ ഓസ്ട്രേലിയയിൽ എത്താൻ കഴിയുന്ന പുതിയ നിയമങ്ങളും ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നു.
ഇപ്പോൾ സന്ധ്യ ആയപ്പോഴേക്കും ബിൽഡിങ്ങുകളിലെല്ലാം നിറയെ ലൈറ്റ് വന്നിരിക്കുന്നു. ലണ്ടനിലെ സ്ട്രാറ്റ്ഫോർഡ് പോലെ തന്നെ തോന്നുന്ന രീതിയിലുള്ള ഷോപ്പിംഗ് സെന്റർ ആണിത്. നമ്മൾ താമസിക്കുന്ന ഫിൻഡേഴ്സ് സ്ട്രീറ്റിലാണ് ഈ ഏരിയ ഉള്ളത്. ഇവിടെ ജനത്തിരക്ക് അധികമില്ല. ഇപ്പൊ ലണ്ടനിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണെങ്കിൽ, മെൽബണിൽ വരികയാണെങ്കിൽ അധികം തിരക്കൊന്നുമില്ല. ശാന്തമായ ഒരു സിറ്റിയാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണിത്. ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. പ്രധാന ഹോട്ടലുകളും ഷോപ്പിംഗ് സെന്ററുകളും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണിത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും ഷോപ്പിംഗ് സെന്ററും ഒക്കെ കാണുകയാണ് ഇന്നത്തെ പ്ലാൻ. ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അതേ ഫുഡ് തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ഫുഡ് തന്നെയാണ് ഈ ഹോട്ടലിൽ നമുക്ക് കിട്ടിയത്. ഇതേപോലെ പ്രോൺസും മുട്ടയും മറ്റ് ഐറ്റംസും എല്ലാം ചേർത്ത വളരെ വ്യത്യസ്തമായ ഫുഡ്. മെൽബണിലെ ഒരു പ്രധാന ഷോപ്പിംഗ് സെന്ററും ലാൻഡ്മാർക്കുമായ മെൽബൺ ക്രൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിനുള്ളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ. ഇന്ത്യൻ ഫുഡുകളൊക്കെ ധാരാളമായി നമുക്കിവിടെ കാണാനായി സാധിച്ചു. ഓസ്ട്രേലിയയിലെ ഫുഡ് വളരെ വ്യത്യസ്തമാണെങ്കിൽ ഏഷ്യൻ ഫുഡൊക്കെ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളുടെ ഒരു നിരയാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ധാരാളം വെറൈറ്റി ഫുഡ് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കാണാനായി. ഒട്ടേറെ വ്യത്യസ്ത ഐറ്റംസ് ആണ് കാണാൻ കഴിഞ്ഞത്. ഓസ്ട്രേലിയയിലും UK ഒക്കെ എരിവ് കുറഞ്ഞ ഭക്ഷണമാണ് പൊതുവെ ഉപയോഗിക്കുക. ഇന്ത്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് കൂടുതലായും സ്പൈസസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവരോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. അത് 3 കറി. You have any combo? 3 കറി. 3 കറി എടുക്കാം. 3 കറി എടുക്കാം. റൈസ് ഇവിടെ പേരാണ്. 3 curries, rice and naan. Yeah. This curry paroka. Beef vindalus. Chili do. Sige. Chicken fried paroka. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ ഫുഡാണ് നമ്മൾ കഴിച്ചത്. ഓസ്ട്രേലിയയിലെ ഫുഡ് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏഷ്യൻ ഫുഡ്, പ്രത്യേകിച്ച് നമ്മളുടേത് പോലുള്ള ഫുഡ് കണ്ടപ്പോൾ എല്ലാ ഐറ്റംസും തന്നെ വാങ്ങി. എങ്ങനെയുണ്ട് ഫുഡ് ഇവിടെ കഴിക്കാൻ വരാറുണ്ട്? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. കുഴപ്പമില്ല. ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. പല രാജ്യങ്ങളുടെ ചോയ്സ് ഓഫ് ഇന്ത്യൻ ഉണ്ട്, ചോയ്സ് ഓഫ് കൊറിയ, ചൈനീസ്, വിയറ്റ്നാമീസ്, അങ്ങനെ എല്ലാവരുടെയും ചോയ്സ് ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇടയ്ക്ക് വരാറുണ്ടോ? ഫുഡ് കഴിക്കാൻ വരാറുണ്ടോ? ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഇവിടെ സ്ഥിരം കഴിക്കുന്നതാണ്. നല്ല സൂപ്പർ ഫുഡാണ് ഇവിടെ. ഇവിടുത്തെ കസിനാണ് ക്രൗണ്. അപ്പോൾ നമുക്ക് ക്രൗണിൻ്റെ ഉള്ളിൽ നിന്ന് പോകാം. ഇവിടുത്തെ ഗാംബ്ലിംഗ് സെൻ്ററാണ് ക്രൗൺ. ഇതിനുള്ളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. എൻട്രൻസ് ആണിത്. ഇവിടെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയാൽ അവിടെ വീഡിയോ അലൗഡ് അല്ല, കാരണം അത് ഗാംബ്ലിംഗ് സെൻറ്റർ ആയതുകൊണ്ട്. പക്ഷേ ഇതിലേക്ക് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുഴപ്പമില്ല. ഇതേപോലെ ഒരു ഡാർക്ക് എഫക്റ്റിലാണ് വെള്ളച്ചാട്ടമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റെപ്പ് പോലെ തന്നെ ഒരു സൈഡിൽ വെള്ളച്ചാട്ടം. ഉച്ചവരെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം സൂ കാണാൻ പോവുക എന്നതായിരുന്നു നമ്മുടെ പ്ലാൻ. എന്നാൽ ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഇവിടെ കുറേ സമയം നമ്മളിവിടെ ചിലവഴിച്ചു. ഇനി നമുക്ക് സിഡ്നിയിൽ ചെന്നിട്ട് അവിടുത്തെ സൂ കാണാമെന്ന് കരുതി. ഇപ്പോൾ സമയം രാത്രിയായിരിക്കുന്നു. സിറ്റിയിലൂടെയുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു സിറ്റിയാണ് മെൽബൺ. പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇതേപോലെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് എല്ലായിടത്തും കിട്ടുക. ഇന്ന് വൈകുന്നേരം നമ്മൾ സിഡ്നിയിലോട്ട് പോവുകയാണ്. സിഡ്നിയിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.